ഹായ്, എല്ലാവരും ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത സൺഡേ സ്പെഷ്യൽ സെർബിയൻ ബിരിയാണിയൊക്കെ കഴിച്ച് ക്ഷീണിച്ചിരിക്കുവാണോ? എങ്കിലിതാ ഒരു ഈസി മിൽക്ക് പുഡിംഗ് കഴിച്ച് ക്ഷീണം മാറ്റാം. അതിനായി ഒരു പാനിൽ 1/2 ലിറ്റർ പാലൊഴിക്കാം. ഇനി മധുരത്തിനായി 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല മധുരമുള്ളൊരു പുഡിംഗ് ആയതുകൊണ്ടാണ് ഒരേ അളവിൽ തന്നെ, അതായത് 1/2 ലിറ്റർ പാലിന് 1/2 കപ്പ് പഞ്ചസാര എന്ന കണക്കിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു തവി കൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് പഞ്ചസാര പാലിൽ നല്ലപോലെ ലയിപ്പിച്ചെടുക്കണം. ഇനി പാല് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രത്തിലേക്ക് അല്പം എണ്ണയോ ബട്ടറോ ചേർത്ത് എല്ലാ വശത്തും ഒന്ന് പുരട്ടി കൊടുത്ത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി ഒരു 1/2 കപ്പ് കോൺഫ്ലവർ 1/2 കപ്പ് പാലിൽ കട്ടയില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് നമ്മളിപ്പോൾ തിളപ്പിച്ച പാലിൽ നിന്നല്ല കോൺഫ്ലവർ മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പാലെടുത്തത്. വേറെ ഒരു 1/2 കപ്പ് പാല് എടുത്ത് അത് നമുക്ക് ഈ കോൺഫ്ലവറിൽ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്തെടുത്ത ഈ കോൺഫ്ലവർ മിക്സ്ചർ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒഴിച്ച് ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കട്ട കെട്ടാതെ തുടരെ ഇളക്കണം. കണ്ടോ, ഇപ്പം തന്നെ അത് കുറുകി വരുന്നുണ്ട്. ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെച്ച് അടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ കൈ എടുക്കാതെ അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കഴിക്കാൻ പറ്റാത്തൊരു പരുവത്തിലായി പോകും. നല്ല തിക്കായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഞാനിത് ഇളക്കുന്നത് ഒട്ടും സ്പീഡ് കൂട്ടാതെയും കട്ട് ചെയ്യാതെയും തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊട്ടും സമയമെടുത്തില്ല. വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ കോൺഫ്ലവർ മിക്സ് ഒഴിച്ചതിന് ശേഷം ഈ പാല് നല്ലോണം കുറുകി വന്നിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര എളുപ്പത്തിൽ അത് സെറ്റാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും ഇളക്കാതിരിക്കരുത്. നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തുടരെ ഇളക്കി അടിയിൽ പിടിക്കാത്ത രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാവും. എല്ലാം വിത്തിൻ മിനിറ്റ്സ് ഇതെല്ലാം തയ്യാറായിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ തയ്യാറായിട്ട് വെച്ചിരിക്കുന്ന പാൽ മിശ്രിതം നേരത്തെ നമ്മൾ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഈ പുഡിങ് പെട്ടെന്ന് കട്ടിയായിട്ട് മാറും. പുഡിങ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പാത്രം ഒരു മൂടി കൊണ്ട് അടച്ച് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, ഫ്രീസറിൽ വെക്കണമെന്നില്ല. ഇപ്പോൾ പുഡിങ് 2 മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി മൗൾഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടൊന്ന് വിടുവിച്ച് കൊടുത്തിട്ട് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കമഴ്ത്തിയെടുത്താൽ പുഡിങ് റെഡിയായി. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒരു പുഡിംഗ് ഒക്കെ കഴിച്ച് എല്ലാവരും ഈ വീക്കെൻഡ് ഹാപ്പി ആയിട്ടിരിക്കൂ. ഹാപ്പി സൺഡേ.